ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സസൈസ് 5.1 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ കണ്ടിന്യൂറ്റി എന്ന ടോപ്പിക്കിൽ നിന്ന് പബ്ലിക് എക്സാമിന് ചോദിക്കുന്നതും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും വരാറ്. ഒരു 3 മാർക്ക് അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി ലെങ്തിയായ ചോദ്യങ്ങൾക്ക് 5 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസിന് സെക്ഷനിലാണ് ചോദ്യങ്ങൾ വരാറ്. അപ്പം നിർബന്ധമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക തന്നെ വേണം. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കണ്ടൻറ്റ് നമ്മളെ മനസ്സിലേക്ക് എത്തിയെന്നാണ്, ആ കൺസെപ്റ്റ് നമ്മൾ നന്നായി മനസ്സിലാക്കിയെന്നാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് എഴുതി പഠിക്കുക ഈ ക്വസ്റ്റ്യൻസ്. ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ നോട്ടിലേക്ക് പകർത്താൻ നോക്കുക. അത് വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ടിലേക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ ആൻസേഴ്സും നോട്ടിലേക്ക് എഴുതേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ദി വാല്യൂ ഓഫ് കെ ഇഫ് ചോദ്യം ഇതാണ്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് കെ ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആൻഡ് 3x മൈനസ് 5 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5 ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈ എഫ് ഓഫ് എക്സിൻ്റെ എല്ലാ ഡൊമൈനിലുള്ള എല്ലാ പോയിന്റിലും അത് കണ്ടിന്യൂസ് ആയിരിക്കുമല്ലോ. എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആയിരിക്കും. എക്സ്പെഷ്യലി അറ്റ് ദി പോയിന്റ് 5 അത് കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം അത് കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത് നമുക്കറിയാം. കണ്ടിന്യൂറ്റി ബ്രേക്ക് ആവാൻ സാധ്യതയുള്ളത് ഫംഗ്ഷൻ ടേൺ ആവുന്ന പോയിന്റിലാണ്. പക്ഷേ ഇവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാ പോയിന്റിലും അത് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പം നമുക്കിവിടെ ഒരു പോയിന്റിലുള്ള കണ്ടിന്യൂറ്റി യൂസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, അങ്ങനെയാണെങ്കിൽ ഇതിൽ കെയുടെ വാല്യൂ എത്ര? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്ത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് നോക്കുന്ന സ്റ്റെപ്പായിരുന്നു. ഇവിടെ നേരെ ഇൻഡയറക്റ്റ് ആണ് അല്ലേ. കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ആണെങ്കിൽ കെയുടെ വാല്യൂ എത്രയാണെന്ന് ചോദ്യം. അപ്പോൾ നമുക്ക് ആ കണ്ടിന്യൂറ്റി ആണെന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ കെ കണ്ടുപിടിക്കണം. അപ്പോൾ 5 കണ്ടിന്യൂറ്റിയാണ് നമ്മളിവിടെ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം 5 ഫംഗ്ഷൻ ടേൺ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ എന്താണ്? 5 എന്ന് പറയുന്ന പോയിന്റിൽ ഇത് കണ്ടിന്യൂസ് ആണ്. 5 എന്ന് പറയുന്ന പോയിന്റിൽ ഇത് കണ്ടിന്യൂസ് ആണ്. കാരണം തന്നിട്ടുണ്ട് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ 5 കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 5 ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഫംഗ്ഷൻ്റെ വാല്യൂവും അപ്പോൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാൻ പറ്റും? അറ്റ് ദി പോയിന്റ് എക്സ് ഈക്വൽ ടു 5 അറ്റ് എക്സ് ഈക്വൽ ടു 5 LHL ഈക്വൽ ടു RHL ഈക്വൽ ടു എഫ് ഓഫ് 5 ആയിരിക്കും. LHLും RHLും എഫ് ഓഫ് 5ഉം ഈക്വൽ ആയിരിക്കും. കാരണം ബിക്കോസ് ദി ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് നമുക്കിത് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ LHL അറ്റ് എക്സ് ഈക്വൽ ടു 5 LHL ഈക്വൽ ടു RHL ഈക്വൽ ടു എഫ് ഓഫ് 5. അപ്പോൾ കെ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കിയാൽ കെ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ നമുക്കതിന് കെ ഉൾപ്പെടുന്ന ഒരു ലിമിറ്റ് എടുക്കണം അല്ലേ. അവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഏതാ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൽ കെ വരും. കാരണം 5ൻ്റെ ലെഫ്റ്റിൽ എക്സ് ആകുമ്പോൾ കെ എക്സ് പ്ലസ് 1 ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൽ കെ വരും. പിന്നെ ഫംഗ്ഷൻ്റെ വാല്യൂവിലും കെ വരാൻ സാധ്യതയുണ്ട്. അവിടെ ഈക്വൽ ടു അല്ലേ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഈക്വൽ ആണെന്നുള്ള കൺസെപ്റ്റിലൂടെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ഏതായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 ഏതാ ഫംഗ്ഷൻ എടുക്കുക? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന് കെ എക്സ് പ്ലസ് 1 എടുക്കാം. ഇനി കെ എക്സ് പ്ലസ് 1 പോളിനോമിയലാണ്. എക്സിന് 5 ഡയറക്റ്റ് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് കെ നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനമാണ്. എക്സിനാണ് നമ്മൾ 5 കൊടുക്കേണ്ടത്. അപ്പോൾ 5k പ്ലസ് 1 കിട്ടും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടി. ഇനി നമുക്ക് അടുത്ത റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ് 5 പ്ലസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5. ഇനി ഏതാ ഫംഗ്ഷൻ എടുക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം. എക്സ് ടെൻസ് ടു 5 നമുക്ക് ഫംഗ്ഷൻ എടുക്കേണ്ടത് ഏതാന്ന് നോക്കാം. ഇവിടെ എക്സ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൽ ഫംഗ്ഷൻ ഇതായിരുന്നു അല്ലേ, കെ എക്സ് പ്ലസ് 1. റൈറ്റ് ഹാൻഡ് ലിമിറ്റിൽ എക്സ് 5ൻ്റെ റൈറ്റിൽ, അതായത് എക്സ് 5നേക്കാളും വലുതാവുമ്പോൾ ഏതാ ഫംഗ്ഷൻ?
എക്സ് മൈനസ് 5. അപ്പോൾ ഈ ഫംഗ്ഷനാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണുമ്പോൾ 5 പ്ലസ് എഫ് ഓഫ് എക്സിൽ 3x നമുക്ക് എടുക്കാൻ പറ്റുന്നത് 3x. ഇതായിരുന്നു ഫംഗ്ഷൻ, ഒന്നുകൂടി നോക്കാം. 3x മൈനസ് 5 ആയിരുന്നു. 3x മൈനസ് 5. അപ്പോൾ 3x മൈനസ് 5 കൊടുക്കാം നമുക്ക്. 3x മൈനസ് 5. 3x മൈനസ് 5. എക്സിന് ഡയറക്റ്റ് 5 കൊടുക്കുക. അപ്പം 3 ഇൻറ്റു 5 15 മൈനസ് 5 എത്ര കിട്ടും? 10 കിട്ടും. 15 മൈനസ് 5 10 കിട്ടും. അപ്പം നേരത്തെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട്. നമ്മൾ എഴുതി കഴിഞ്ഞു. LHL ഈക്വൽ ടു RHL നമ്മൾ എഴുതിയില്ലേ കണ്ടീഷൻ? നോക്കുക, നമ്മൾ കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്. LHL ഈക്വൽ ടു RHL ഈക്വൽ ടു എഫ് ഓഫ് 5. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം മതി നമുക്ക് ഈക്വാലിറ്റി കിട്ടാൻ, അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ LHL RHL കൊടുക്കാം. LHL ഈക്വൽ ടു RHL ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താ അടുത്ത സ്റ്റെപ്പിൽ എഴുതുക? LHL ഈക്വൽ ടു RHL ആണ്. therefore we can write LHL ഈക്വൽ ടു RHL. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റിനോട് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം 5k പ്ലസ് 1. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 5k പ്ലസ് 1 ആയിരുന്നു, ഈക്വൽ ടു 10. 5k പ്ലസ് 1 ഈസ് ഈക്വൽ ടു 10. therefore 5k ഈക്വൽ ടു 1 നമ്മൾ റൈറ്റ് എടുക്കുമ്പോൾ 10 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. k ഈക്വൽ ടു 9/5. ഇങ്ങനെയാണ് കെയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, കണ്ടിന്യൂസ് ആണെന്ന് തരും നമുക്ക്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തരും. അപ്പം നമ്മൾ ഉപയോഗിക്കേണ്ടത് പോയിന്റിലുള്ള കണ്ടിന്യൂറ്റി ഉപയോഗിക്കുക. പോയിന്റിലുള്ള കണ്ടിന്യൂറ്റി ഉപയോഗിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഏത് പോയിൻ്റാണോ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഫംഗ്ഷൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. ആ മൂന്നെണ്ണത്തിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്തിട്ട് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക്. നമ്മുടെ അടുത്ത ചോദ്യം, ഫൈൻഡ് ദി വാല്യൂ ഓഫ് കെ ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു kx സ്ക്വയർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. kx സ്ക്വയർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് ഈക്വൽ ടു 3 എക്സ് ഗ്രേറ്റർ ദാൻ 2. ഇപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആകുമ്പോൾ kx സ്ക്വയർ ആണ് ഫംഗ്ഷൻ. എക്സ് ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ എന്താണ്? 3 ആണ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ കെയുടെ വാല്യൂ കാണാനാണ് പറയുന്നത്. ഫംഗ്ഷൻ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2ൽ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കുമല്ലോ. നമുക്ക് പോയിന്റിലുള്ള കണ്ടിന്യൂറ്റി എടുക്കുമ്പോഴാണ് നമുക്കൊരു ഇക്വേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പോയിന്റിലുള്ള കണ്ടിന്യൂറ്റി ഇവിടെ കൺസിഡർ ചെയ്യും. ഏത് പോയിന്റിലുള്ള കണ്ടിന്യൂറ്റിയാണ് ഇവിടെ എടുക്കുക? 2 എന്ന് പറയുന്ന പോയിന്റിലുള്ള കണ്ടിന്യൂറ്റി. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിലുള്ള അതേപോലെ തന്നെ നമ്മൾ 2ലുള്ള കണ്ടിന്യൂറ്റി സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ അറ്റ് എക്സ് ഈക്വൽ ടു 2 നമുക്ക് നോക്കാം. അറ്റ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റിൽ എന്തൊക്കെയായിരിക്കും ഈക്വൽ ആവുക? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് 2, അല്ലേ? 2 ആണ് നമ്മുടെ പോയിന്റ്. എഫ് ഓഫ് 2 ആയിരിക്കും. ഇനി അതിൽ സൂട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻ എടുത്തിട്ട് നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. നമുക്ക് നേരത്തെ പോലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ വരിക ഇവിടെ? ലിമിറ്റ് x tends to 2 minus f of x. x tends to 2 minus f of x. That is equal to limit x tends to 2. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യണം ഫംഗ്ഷൻ ഏതാണ്. നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം, എക്സ് ലെസ് ദാൻ 2, അല്ലേ? 2ൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും എക്സ് ഉണ്ടാവുക അപ്പോൾ ചെറുതാകുമ്പോൾ. അപ്പോഴിപ്പോഴാണ് ഏതാ ഫംഗ്ഷൻ? kx സ്ക്വയർ ആണ് ഫംഗ്ഷൻ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഫംഗ്ഷൻ ഏതാ? kx സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നു kx സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു വാല്യൂ എങ്ങനെ കൊടുക്കുക? kx സ്ക്വയർ പോളിനോമിയലാണ്. അപ്പോൾ k അങ്ങനെ തന്നെ വെക്കണം. എക്സിനാണ് 2 കൊടുക്കേണ്ടത്. എക്സ് സ്ക്വയർ 2 സ്ക്വയർ അപ്പോൾ 4k ആയിരിക്കും നമ്മുടെ ലിമിറ്റ്. 4k ആണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ഇനി നമ്മൾ അതേ സ്ഥലത്തുള്ള എക്സ് ഈക്വൽ ടു ഉള്ള ഫംഗ്ഷണൽ വാല്യൂ കണ്ടാൽ വീണ്ടും k ഉള്ള ഇക്വേഷൻ തന്നെ കിട്ടുക. അപ്പോൾ നമുക്ക് k കണ്ടുപിടിക്കാൻ പറ്റില്ല. രണ്ടും ഒരേ ഇക്വേഷനാണ് കിട്ടുക, ഒരേ എക്സ്പ്രഷനാണ് കിട്ടുക. ഒരേ ഇക്വേഷനല്ല, ഒരേ എക്സ്പ്രഷനാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റിലേക്കാണ് പോകേണ്ടത്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുക. RHL ഈക്വൽ ടു ലിമിറ്റ്
ഒന്ന് ആർ എച്ച് എല്ലിൻ്റെ പ്രത്യേകത എന്താ ഒന്ന് ശ്രദ്ധിക്കുക. ലിമിറ്റ് കാണണ്ട അവിടെ. എന്താ അതിൻ്റെ പ്രത്യേകത? ആർ എച്ച് എല്ലിനൊന്ന് നോക്കിയേ. ആർ എച്ച് എല്ലിൽ എക്സ് ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, അതിൽ എക്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് അങ്ങ് എഴുതാം. ആർ എച്ച് എൽ എന്തായിരിക്കും? 3 ആയിരിക്കും. ലിമിറ്റ് എന്നൊന്നും എഴുതണമെന്നില്ല. എന്തായിരിക്കും? 3 തന്നെ അങ്ങ് എഴുതാം. പെട്ടെന്ന് തന്നെ എഴുതാം. നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് അതൊക്കെ ലിമിറ്റ് കൊടുക്കാണ്ട് തന്നെ അങ്ങ് എഴുതാം. എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ എക്സ് 2ൻ്റെ റൈറ്റ് സൈഡിൽ. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്തായിരിക്കും? 3 ആയിരിക്കും. അവിടെ ലിമിറ്റ് കൊടുക്കേണ്ട, കാരണം എക്സ് ഇല്ലല്ലോ. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എന്നല്ലേ നമ്മൾ കൊടുക്കേണ്ടത്. എക്സ് ഇല്ലാത്തതുകൊണ്ട് അത് ഡയറക്റ്റ് എഴുതാം. അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റിനെ നമുക്ക് എന്ത് എഴുതാം? ലിമിറ്റ് എന്ന് എഴുതണമെന്നില്ല. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഉടനെ നമുക്ക് എഴുതാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റിന് നമുക്ക് എന്താ അവിടെ കിട്ടിയത്? 3 അല്ലേ? 3 എന്ന് എഴുതാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 3 ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4k² LHL ഈക്വൽ ടു RHL ആണല്ലോ. അപ്പോൾ ഉടനെ എന്തെഴുതാം? 4k ഈക്വൽ ടു 3. അപ്പോൾ കെയുടെ വാല്യൂ എന്തായിരിക്കും? 3/4 ആയിരിക്കും. ഇങ്ങനെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് കെ ഇഫ് f of x ഈക്വൽ ടു k cos x by pi minus 2x, x not equal to pi/2 equal to 3 when x equal to pi/2. ഇങ്ങനെയാണ് ആ ചോദ്യം. ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏത് പോയിന്റിലും കൂടി കണ്ടിന്യൂസ് ആയിരിക്കും ഇത്? pi/2 എന്ന് പറയുന്ന പോയിന്റിലും കൂടി കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം മൊത്തത്തിൽ കണ്ടിന്യൂസ് എന്നാണ് പറഞ്ഞാൽ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെങ്കിലേ അതിനെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുള്ളൂ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ pi/2 എന്ന് പറയുന്ന പോയിന്റിലും അതെന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് എഴുതി പഠിക്കണം എല്ലാവരും. കാരണം ഇതിൻ്റെ ലിമിറ്റ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നന്നായിട്ട് ലിമിറ്റ് എന്നുള്ള ടോപ്പിക്ക് പഠിച്ചൊരു കുട്ടിക്ക് മാത്രമേ ഈ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്ന് പറഞ്ഞിട്ട് ഒരേ ഫംഗ്ഷൻ തന്നെയാണ്. നോക്കിയട്ടെ, എക്സ് pi/2 ഈക്വൽ അല്ലാത്ത കേസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എക്സ് pi/2 ലെഫ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ എക്സ് pi/2 റൈറ്റിലായിരിക്കും. ആ രണ്ട് കേസിലും ഫംഗ്ഷനിൽ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരൊറ്റ ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞ് വെവ്വേറെ കണ്ടുപിടിക്കേണ്ട, ഒരൊറ്റ ലിമിറ്റാണ്. പക്ഷേ ആ ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 ലിമിറ്റാണ്. കാരണം അത് കണ്ടുപിടിക്കാൻ ഇതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് പ്രൂവ് ചെയ്യല്ല വേണ്ടത്, നമുക്ക് കെ കണ്ടുപിടിക്കല്ലേ വേണ്ടത്. ഇവിടെ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ നമ്മൾ കഴിഞ്ഞ 2 ചോദ്യത്തിൽ എഴുതിയ പോലെയല്ല ഇവിടെ എഴുതുന്നത്. കാരണം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വെവ്വേറെ വേണ്ടാത്തത് കൊണ്ട് നമ്മൾ എന്താ എഴുതാൻ പോകുന്നത്? അറ്റ് എഴുതുന്ന ശ്രദ്ധിക്കാം. അറ്റ് എക്സ് ഈക്വൽ ടു pi/2 ലിമിറ്റാണ് നമ്മൾ കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു pi/2 എഫ് ഓഫ് എക്സ് ഏതിനോട് ഈക്വൽ ആയിരിക്കും? എഫ് ഓഫ് pi/2 ഈക്വൽ ആയിരിക്കും. കഴിഞ്ഞ 2 ചോദ്യത്തിൽ നമ്മൾ എന്താ എഴുതിയത്? ഏറ്റവും ആദ്യം എന്താ എഴുതിയത്? LHL ഈക്വൽ ടു RHL ഈക്വൽ ടു എഫ് ഓഫ് എ അല്ലേ? RHL ഏതാണ് പോയിന്റ്? അത് എഫ് ഓഫ് 2 ആണെങ്കിൽ 2, എഫ് ഓഫ് 5 ആണെങ്കിൽ 5. ഇവിടെ pi/2 ആണ് നമ്മളെ പോയിന്റ്. അപ്പം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു pi/2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് pi/2 നമ്മൾ എഴുതുന്നു. ഇനി ഈ ലിമിറ്റ് കണ്ടുപിടിക്കാനാണ് ഈ ഇക്വേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ശരിക്കും എഴുതണമെങ്കിൽ ഈ ലിമിറ്റ് കിട്ടണ്ടേ. അതുപോലെ എഫ് ഓഫ് pi/2 നമുക്ക് ഇവിടെ ചിത്രത്തിൽ തന്നെ കിട്ടും. എന്താണ് എഫ് ഓഫ് pi/2? എഫ് ഓഫ് pi/2 നോക്കുക. എക്സ് pi/2 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ എഫ് ഓഫ് pi/2 എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എഴുതാൻ പോകുന്നത് 3 എന്നാണ്. എഫ് ഓഫ് pi/2 കിട്ടി, പക്ഷേ ലെഫ്റ്റിലുള്ള ഈ ലിമിറ്റ് നമുക്ക് കിട്ടിയില്ല. ഈ ലിമിറ്റ് എത്രയാണെന്ന് നമുക്ക് കിട്ടണം അല്ലേ? ഈ ലിമിറ്റ് എത്രയാണെന്ന് ഇപ്പോൾ കിട്ടണ്ടേ? ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, പക്ഷേ ലിമിറ്റ് കിട്ടിയില്ല. എന്നാലേ നമുക്ക് കറക്റ്റ് ഒരു ഇക്വേഷൻ കിട്ടുള്ളൂ. നമുക്ക് ആദ്യം അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുന്നു. നമ്മൾ എഴുതാൻ പോകുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു pi/2 k cos x by pi minus 2x ആണ്. pi minus 2x ഈ ലിമിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ആ ലിമിറ്റിനെ നമ്മൾ ആ 3യോട് ഈക്വേറ്റ് ചെയ്യും.
കണ്ടുപിടിച്ചതിന് ശേഷം. അപ്പോൾ ഇവിടെ ലിമിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം നേരിട്ട് π/2 എന്ന് കൊടുത്താൽ എന്താ സംഭവിക്കുക നോക്ക്. കെ നേരിട്ട് നമ്മൾ ഫംഗ്ഷനിൽ കൊടുത്താൽ കെ കോസ് π/2 അല്ലേ ബൈ π-2 π/2 നമ്മൾ കൊടുത്തു. നേരിട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക? 2 കട്ടായിപ്പോവും അല്ലേ. കോസ് π/2 0 ആണല്ലോ. അപ്പോൾ കെ ഇൻറ്റു 0 0 π മൈനസ് π 0 0/0 വന്നു അല്ലേ. ലിമിറ്റ് കാണുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ ഒരു പോയിൻ്റാണ് 0/0 വന്നാൽ അവിടെ എന്തെങ്കിലും ഒരു കോമൺ ഫാക്ടറോ അല്ലെങ്കിൽ ആ ലിമിറ്റിനെ ഒന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇതിന് ഡയറക്റ്റ് ലിമിറ്റ് കിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് 0/0 കിട്ടിയതുകൊണ്ട് നമുക്കറിയാം ഇതിനെ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ π-2x നമ്മൾ ഇവിടെ ഇപ്പം π-2x നമ്മൾ അല്ലെങ്കിൽ ആ ആംഗിൾ എക്സിനെ ഒരു പുതിയ വേരിയബിളിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യും. അപ്പം നമുക്ക് ഇവിടെ π-2x നമുക്കൊരു y എന്ന് വിളിക്കാം. അതായത് പുട്ട് π-2x ഈക്വൽ ടു y. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നിന്ന് നമുക്ക് എക്സിനെ എങ്ങനെ എഴുതാം? എക്സിനെ π-2x y ആണെങ്കിൽ 2x എന്തായിരിക്കും? π-y ആയിരിക്കുമല്ലോ അല്ലേ. എക്സ് എന്തായിരിക്കും? π/2 മൈനസ് y/2 അല്ലേ. അതായത് 2 π/2 മൈനസ് π/2 ഇങ്ങനെ കിട്ടും. ഇതാണ് എക്സ് കിട്ടുക. അത് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം. π-2x നമ്മൾ y എന്ന് വിളിക്കുന്നത്. π/2 മൈനസ് y/2. അപ്പോൾ ഇവിടെ ഈ കിട്ടിയിരിക്കുന്ന ഈ സാധനം നമുക്ക് അവിടെ വെക്കാം. ഇനി ലിമിറ്റ് അടക്കം ഇതിനെ മാറ്റണം. നമുക്ക് വൈയിലേക്കൊന്ന് മാറ്റണം. അപ്പോൾ ലിമിറ്റ് എക്സ് π/2ലേക്ക് പോകുമ്പോൾ വൈ ഏതിലേക്കാണ് പോകുമെന്ന് നോക്കാം. എക്സ് π/2ലേക്ക് പോകുമ്പോൾ ഈ ഒന്നാമത്തെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ടേമിലേക്കൊന്ന് നോക്കാം. എക്സിന് ഞാൻ π/2 എന്ന് കൊടുത്താൽ ഇവിടെ എന്താ സംഭവിക്കുക? π-2 ഇൻറ്റു π/2 അല്ലേ. 2 കട്ടായി പോകും. π-π വൈ എന്തായി മാറും? 0 ആയിട്ട് മാറുമല്ലോ. അപ്പോൾ എക്സ് π/2ലേക്ക് പോയാൽ വൈയുടെ വാല്യൂ എന്താവും? 0 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ എക്സ് ടെൻസ് ടു π/2 എന്നുള്ള ലിമിറ്റിനെ നമ്മൾ എഴുതുന്നത് y ടെൻസ് ടു 0 എന്നാണ്. അവിടെ നമുക്കത് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം അല്ലേ. അതായത് നമുക്കിവിടെ എഴുതാം വെൻ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത് ഓർമ്മിക്കുക. വെൻ എക്സ് ടെൻസ് ടു π/2 y ടെൻസ് ടു എന്താണ്? 0 ആണ്. y 0യിലേക്ക് പോകും. അപ്പം ഞാൻ എക്സ് ടെൻസ് ടു π/2 എന്നുള്ള ഈ ലിമിറ്റിനെ എന്താക്കി മാറ്റി? y ടെൻസ് ടു 0 എന്ന് ആക്കി മാറ്റി. ഇനി ഫംഗ്ഷൻ എങ്ങനെയാണ് മാറാൻ നോക്കാം നമുക്ക്. കെ ഇൻറ്റു കോസ് എക്സ് അല്ലേ. കോസ് എക്സിനെ എങ്ങനെ എഴുതാം? കോസ് എന്തെഴുതാം? π/2 മൈനസ് y/2 π/2 മൈനസ് y/2 ബൈ π-2x ആണ്. π-2x എന്ന് ആരാ? y അല്ലേ. നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കെ ഇൻറ്റു കോസ് π/2 മൈനസ് y/2 ബൈ y. ഇനി ആ ലിമിറ്റ് എങ്ങനെയാണ് വരിക നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ലിമിറ്റ് ഇങ്ങനെയാണ്. ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് y ടെൻസ് ടു 0 കെ ഇൻറ്റു കോസ് π/2 മൈനസ് y/2 ഡിവൈഡഡ് ബൈ y. ഇങ്ങനെയാണ്. ഇനി നമുക്കറിയാം കോസ് π/2 മൈനസ് തീറ്റ കഴിഞ്ഞ വർഷം പഠിച്ചെന്ന് ഓർമ്മിക്കുക. ട്രിഗ്നോമെട്രി വീണ്ടും വന്നിരിക്കുന്ന ട്രിഗ്നോമെട്രി ഇല്ലാത്തൊരു സംഭവം നമ്മൾ ബുക്കിനകത്ത് ഇല്ലയെന്ന് എല്ലാവരും ഓർമ്മിച്ച് വെക്കുക. ട്രിഗ്നോമെട്രി ഇവിടെ വീണ്ടും കടന്നു വന്നിട്ടുണ്ട്. കോസ് π/2 മൈനസ് തീറ്റ എന്തായിരുന്നു? സൈൻ തീറ്റയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിക്കുന്നതാണത്. അപ്പോൾ കോസ് π/2 മൈനസ് y/2 എന്തായിരിക്കും? സൈൻ y/2. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 y ടെൻസ് ടു 0 കെ സൈൻ y/2 ഡിവൈഡഡ് ബൈ y. ഇനി നമുക്കറിയാം ട്രിഗ്നോമെട്രിക് ലിമിറ്റ് നമ്മൾ പഠിച്ചൊരു ഫോർമുല. ട്രിഗ്നോമെട്രിയൻ ലിമിറ്റ് നമ്മളിപ്പോൾ ഇവിടെയാണ് നമുക്കിപ്പോൾ ലിമിറ്റ് കൊടുക്കേണ്ടത്. നോക്കുക ഇവിടെ കെ കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ കെ പുറത്തേക്ക് വരും. കെ ഇൻറ്റു ലിമിറ്റ് y ടെൻസ് ടു 0 സൈൻ y/2
നമുക്കറിയാം സൈൻ വൈ ബൈ ടുവിന് താഴെ ഒരു വൈ ബൈ ടു വന്നാലേ ഇതെന്തായി മാറൂ, ലിമിറ്റ് 1 ആവുള്ളൂ. അപ്പം നമുക്കിവിടെ വൈയേ ഉള്ളൂ, നമുക്ക് വൈ ബൈ ടു ഇല്ല. അപ്പം ഞാൻ വൈ ബൈ ടു കൊടുത്തിട്ട് അവിടെ എന്ത് ചെയ്യുക, 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ കോമ്പൻസേറ്റ് ചെയ്യുക. അപ്പം ഇത് നോക്കിയേ, ഇത് നമുക്ക് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ വാല്യൂ കിട്ടുന്നത് കെ ഇൻറ്റു ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന സൈൻ വൈ ബൈ ടു ബൈ വൈ ബൈ ടുവിനെ നമുക്ക് എന്താക്കി എടുക്കാം, ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 ആവൂലേ അല്ലേ. ഈ 2 ആരാ, കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ നമുക്ക് കെൻ്റെ കൂടെ 2നെ കെൻ്റെ താഴേക്ക് നമുക്ക് 2നെ പുറത്തേക്ക് എടുക്കാം. പിന്നെ ഉള്ളത് ലിമിറ്റ് y ടെൻസ് ടു 0 സൈൻ വൈ ബൈ ടു ബൈ വൈ ബൈ ടു. സൈൻ വൈ ബൈ ടു ബൈ വൈ ബൈ ടു ലിമിറ്റ് എന്തായിരിക്കും, 1 ആണ്. അപ്പോൾ കെ ബൈ ടു നമുക്ക് എഴുതാം, കെ ബൈ ടു ഇൻറ്റു ലിമിറ്റ് 1. ഇപ്പോൾ കെ ബൈ ടു ആണ് നമ്മുടെ ഫൈനൽ ലിമിറ്റ് കിട്ടുന്നത്, കെ ബൈ ടു. അപ്പോൾ ഇവിടെ കിട്ടിയത് കെ ബൈ ടു ആണ്. ഇനി നമുക്ക് ഈ ലിമിറ്റിനെ ആരോട് ഇക്വേറ്റ് ചെയ്യാം, നമ്മുടെ ആ ഒരു ഫസ്റ്റിൽ നമ്മൾ എഴുതിയ വാല്യൂവിലേക്കൊന്ന് നോക്കുക. നമ്മുടെ ഫസ്റ്റിലത്തെ വാല്യൂ നോക്കുക, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ ടു എഫ് ഓഫ് എക്സ് ആരോട് ഈക്വലാണ്, 3യോട് ഈക്വലാണ്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് ഈ ലിമിറ്റാണ്. ഈ ലിമിറ്റാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഈ ലിമിറ്റ് ഏതിനോട് ഈക്വേറ്റ് ചെയ്യണം, 3യോട് ഈക്വേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എഴുതാം 3യോടൊന്ന് ഈക്വേറ്റ് ചെയ്യാം, 3യോട് ഈക്വേറ്റ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ലിമിറ്റ് കെ ബൈ ടു ആണ് അല്ലേ. ദഫോർ കെ ബൈ ടു ഈക്വൽ ടു 3 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ കെ എത്ര ആയിരിക്കും, ദർഫോർ കെ ഈക്വൽ ടു 3 ഇൻറ്റു 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 6. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം നമ്മൾ നിന്ന് പോകും, കാരണം ലിമിറ്റ് പെട്ടെന്ന് കൊടുക്കാൻ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ പറ്റുള്ളൂ. വളരെ ശ്രദ്ധിച്ച് നന്നായിട്ട് എഴുതി പഠിക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത നമ്മൾ ഇന്ന് ചെയ്ത ഈ വീഡിയോയിൽ ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇത്. ഇതൊരു 5 മാർക്കിൻ്റെ സെക്ഷനാണ് സാധാരണ ചോദിക്കുക, കാരണം കുറച്ച് ലെങ്തിയാണ്, സാധാരണ പോലെയല്ല. കഴിഞ്ഞ 3 ചോദ്യങ്ങളിൽ നമ്മൾ കെ എന്ന് പറഞ്ഞ ഒരൊറ്റ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതുള്ളൂ. പക്ഷേ ഇവിടെയോ എയും ബിയും കണ്ടുപിടിക്കണം. അപ്പോൾ ഫൈൻഡ് എ ആൻഡ് ബി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എയും ബിയും കണ്ടുപിടിക്കാൻ നമുക്ക് 2 ഇക്വേഷൻ വേണ്ടേ, 2 വേരിയബിൾ കണ്ടുപിടിക്കാൻ നമുക്ക് 2 ഇക്വേഷൻ വേണം. അപ്പോൾ 2 ഇക്വേഷൻ ഇതിനകത്ത് നിന്ന് കിട്ടണം. അപ്പോൾ ഇവിടെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം, ഫൈൻഡ് ദി വാല്യൂ ഓഫ് എ ആൻഡ് ബി ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇങ്ങനെയാണ് എഫ് ഓഫ് എക്സ് തന്നിട്ടുള്ളത്. നോക്കുക ഏതൊക്കെ പോയിന്റിലാണ് ഈ ഫംഗ്ഷൻ ടേൺ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, അപ്പോൾ ടേൺ ചെയ്യുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കുമല്ലോ. ഏതൊക്കെ പോയിന്റിലായിരിക്കും കണ്ടിന്യൂസ് ആയിരിക്കുക, 2ൽ കണ്ടിന്യൂസ് ആയിരിക്കും അല്ലേ. 2 എന്ന് പറയുന്ന പോയിന്റിൽ ടേൺ ചെയ്യുന്നുണ്ടല്ലോ. 2ൻ്റെ ലെഫ്റ്റിലൊരു ഫംഗ്ഷനാണ്, റൈറ്റിൽ മറ്റൊരു ഫംഗ്ഷനാണ്. ഇനി 10 എന്ന് പറയുന്ന പോയിന്റിൽ ടേൺ ചെയ്യുന്നുണ്ടല്ലോ. 10ൻ്റെ ലെഫ്റ്റിൽ ഒരു ഫംഗ്ഷനാണ്, 10ൻ്റെ റൈറ്റിൽ മറ്റൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഈ 2 പോയിന്റ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ 2 ഇക്വേഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഏത് പോയിന്റ് നമുക്ക് ആദ്യം എടുക്കാം, അറ്റ് എക്സ് ഈക്വൽ ടു 2 എടുക്കാം ആദ്യം. അറ്റ് എക്സ് ഈക്വൽ ടു 2 ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എഫ് ഓഫ് 2ഉം ഈക്വൽ ആയിരിക്കും. കാരണം 2 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇതൊരു മൊത്തത്തിൽ കണ്ടിന്യൂസ് ആയ ഫംഗ്ഷനാണ്. അപ്പോൾ 2ൽ പ്രത്യേകിച്ച് കണ്ടിന്യൂസ് ആയിരിക്കും, 10ലും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ 2ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ ഈ കണ്ടീഷൻ എഴുതുന്നു. ഇനി ഇതിനകത്ത് നമുക്ക് നേരത്തെ പോലെ സൂട്ടബിൾ ആയിട്ടുള്ള ഓരോന്ന് എടുക്കാം. അപ്പം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഉടനെ എഴുതാം. എന്തുകൊണ്ട്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ പ്രത്യേകത നോക്കുക. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 5 ആണ്, വേറെ എക്സ് ഒന്നും ഇല്ല ഇതിനകത്ത് അല്ലേ, വെറും 5 അല്ലേ. ഉടനെ നമുക്ക് എഴുതാം LHL ഈസ് ഈക്വൽ ടു 5. ഇനി RHL എന്ത് എഴുതാം, RHL നമുക്ക് കൊടുക്കേണ്ടി വരും അല്ലേ. ലിമിറ്റ് എന്ത് കൊടുക്കണം, എക്സ്റ്റെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് അല്ലേ. നമ്മൾ സാധാരണ എഴുതുകയാണെങ്കിൽ എക്സ്റ്റെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഏതാ, AX പ്ലസ് ബി. ശ്രദ്ധിക്കുക, 2ലുള്ള ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് 2നേക്കാളും ചെറുതെന്ന് പറഞ്ഞാൽ AX പ്ലസ് ബി എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ അത് എടുക്കാൻ നമുക്ക് നന്ന ലെഫ്റ്റിലുള്ള 5ലേക്ക് പോകേണ്ട, തൊട്ട് നെയ്ബർഹുഡിലാണ് നമ്മൾ നോക്കുക. അപ്പോൾ AX പ്ലസ് ബി കൊടുക്കുക. നമുക്ക് എയും ബിയും കോൺസ്റ്റൻറ്റ് കാണേണ്ട കോൺസ്റ്റൻ്റ് ആണ്. എക്സിന് നമ്മൾ എക്സ്റ്റെൻസ് ടു 2 ആണ്, എക്സിന് 2 കൊടുത്താൽ 2A പ്ലസ് ബി എന്ന് കൊടുക്കും. ഏകദേശം ഇതേപോലത്തെ ലിമിറ്റ് കാണുന്നൊരു ചോദ്യം നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല നിങ്ങൾ. 2A പ്ലസ് ബി എന്ന്
നമുക്ക് കിട്ടും. ഈ 2a പ്ലസ് ബി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടി. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 2a പ്ലസ് ബി കിട്ടി. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 5 കിട്ടി. ഇനി അത് രണ്ടും കൂടി ചേർത്ത് നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാം. എന്തെഴുതാം? 2a പ്ലസ് ബി ഈക്വൽ ടു 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5 നമുക്ക് എഴുതാം. അപ്പോൾ അതൊരു ഇക്വേഷൻ നമ്പർ 1 എഴുതാം. ഇനി അറ്റ് എക്സ് ഈക്വൽ ടു 10 എടുക്കാം നമുക്ക്. എക്സ് ഈക്വൽ ടു 10 ഫംഗ്ഷനെ നമുക്കൊന്ന് നോക്കാം. LHL എന്താ വരിക? LHL ടു ax പ്ലസ് ബി എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പോകണം അല്ലേ? അപ്പോൾ ലിമിറ്റ് എക്സ് ഈക്വൽ ടു 10 ആണ്. അപ്പോൾ നമ്മളെ ലിമിറ്റ് എടുക്കാം. അറ്റ് എക്സ് ഈക്വൽ ടു 10 ആണ് നമ്മൾ എടുക്കുന്നത്. അറ്റ് എക്സ് ഈക്വൽ ടു 10 എക്സ് ഈക്വൽ ടു 10 LHL ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 ax പ്ലസ് ബി. അവിടെ എക്സ് 10 മൈനസ് ax പ്ലസ് ബി, 10 മൈനസ് എഫ് ഓഫ് എക്സ് അല്ലേ നമ്മൾ സാറിന് എഴുതുന്നത്? എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് ആണ്. നമുക്ക് 10 മൈനസ് എഫ് ഓഫ് എക്സ് ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 എഫ് ഓഫ് എക്സ് ax പ്ലസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിന് 10 കൊടുത്താൽ 10x പ്ലസ് ബി എന്ന് കിട്ടും. 10x അല്ല 10a പ്ലസ് ബി എന്ന് കിട്ടുക. എക്സിനാണ് നമ്മൾ 10 കൊടുക്കുന്നത്. അപ്പോൾ 10a പ്ലസ് ബി എന്ന് വരും. 10a പ്ലസ് ബി എന്ന് കിട്ടും. അവിടെ RHL എന്താ വരിക? RHL ആ ഫംഗ്ഷനിലേക്ക് ഒന്ന് നോക്കുക. RHL എന്താ വരിക? RHL നോക്കുക. എക്സിന് നമ്മൾ 10 വരുമ്പോൾ RHL എന്ന് പറഞ്ഞാൽ 21 ആണ്, കോൺസ്റ്റൻ്റ്. അപ്പോൾ ലിമിറ്റ് പ്രത്യേകിച്ച് കൊടുക്കണ്ട. നമുക്കത് എന്തെഴുതാം? RHL ഈസ് ഈക്വൽ ടു 21 എഴുതാം. ഇനി LHL ഈക്വൽ ടു RHL ആയിരിക്കുമല്ലോ. അറ്റ് എക്സ് ഈക്വൽ ടു 10 എൻ്റെ LHL ഈക്വൽ ടു RHL ആണ്. അപ്പോൾ അവിടെ നമുക്ക് 10a പ്ലസ് ബി നമുക്ക് 21 കൊടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കും. അപ്പോൾ എക്സ് 10 എന്നുള്ള പോയിന്റിൽ 10a പ്ലസ് ബി 21 ആണ്. ഫസ്റ്റ് ഇക്വേഷൻ ഏതായിരുന്നു? നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 ഒന്ന് നോക്കുക. ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5. അപ്പോൾ 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5. ഇതിൻ്റെ തൊട്ട് താഴെ ഒന്ന് എഴുതിയാൽ നമുക്ക് രണ്ടും കൂടി സോൾവ് ചെയ്യാം. ആദ്യത്തെ ഇക്വേഷൻ 2a പ്ലസ് ബി ഈക്വൽ ടു 5. ഇത് അവിടെ എഴുതി കൊടുത്താൽ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ അടുത്തടുത്ത് വരും. നമുക്ക് 2ൽ നിന്ന് 1 മൈനസ് ചെയ്യാം. രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്താൽ എന്താ കിട്ടുക? 8a ഈക്വൽ ടു 21 മൈനസ് 5 എന്ന് പറയുമ്പോൾ 16 വരും. a ഈക്വൽ ടു 16/8 ഈക്വൽ ടു 2 എന്ന് വരും. അപ്പോൾ a 2 കിട്ടിയല്ലോ. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ 2a പ്ലസ് 5 നമുക്ക് എക്ക് 2 എന്ന് കൊടുക്കാം. 2a പ്ലസ് 5 2a പ്ലസ് ബി ഈക്വൽ ടു 5 എക്ക് 2 എന്ന് കൊടുക്കാം. അപ്പോൾ 2 ഇൻറ്റു 2 പ്ലസ് ബി ഈക്വൽ ടു 5 ബി ഈക്വൽ ടു 4 പ്ലസ് ബി ഈക്വൽ ടു 5 ബി ഈക്വൽ ടു 5 മൈനസ് 4 ഈക്വൽ ടു 1. അപ്പോൾ ഈ 1 വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് a ഈക്വൽ ടു 2 എന്ന് കിട്ടി, ബി ഈക്വൽ ടു 1 കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് എഴുതി പഠിക്കണം എല്ലാവരും. നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് വളരെ കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്തൊരു ഇതിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇതിനെ തുടർച്ചയായിട്ട് വരുന്ന മറ്റൊരു ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.